സഹനങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ആ സഹനങ്ങളെ ഈശോ കൃപകളാക്കി മാറ്റും. നിങ്ങളുടെ വേദനകളെ കുരിശിൻ ചുവട്ടിലേക്ക് നൽകുക. ആ വേദനകളെ ശക്തിയാക്കി ഈശോ മാറ്റും. നിങ്ങളുടെ കുറവുകളെ തിരുസാന്നിധ്യത്തിലേക്ക് കൊടുക്കുക. ആ കുറവുകളെ ഈശോയുടെ സാന്നിധ്യം നിറവാക്കും, അനുഗ്രഹമാക്കും, അഭിഷേകമാക്കി മാറ്റും. ഒരു സഹനത്തെയും വെറുതെ കളയാനില്ല ദൈവത്തിന്റെ കുഞ്ഞിന്. ആ പാട്ടിന്റെ ഇരടികൾ അങ്ങനെയാണ് ഈശോ നമ്മളോട് പറഞ്ഞത്. ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ, എൻ്റെ സ്വന്തമല്ലേ നീ, നീ വാടി തളരരുത്, തകർന്നു പോവരുത്. ഈ സഹനങ്ങൾ വരുമ്പോൾ അത് കൃപകളാക്കി ഞാൻ മാറ്റാം. അതിന് നീ എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തിന്റെ ഈ സഹനങ്ങളെല്ലാം നീ എൻ്റെ കയ്യിലേക്ക് തരിക. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളിൽ നീ ആരാധനയിൽ ഈശോയെ കാണുമ്പോൾ ഈശോ നിങ്ങളോട് എല്ലാവരോടും, എന്നോടും നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന ഒറ്റ കാര്യമാണ്, നിന്റെ സഹനങ്ങളെല്ലാം ഞാൻ കൃപയാക്കി മാറ്റാം. പൗലോസ്ലീഹ ഇങ്ങനെ സങ്കടത്തിൽ നിന്ന് ഈശോയോട് പറയുമ്പോൾ, കർത്താവേ ഈ മുള്ളൊന്ന് മാറ്റിത്താ എന്ന് പറയുമ്പോൾ നമ്മളും പൗലോസ്ലീഹയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, എൻ്റെ സഹനങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ കടം, എൻ്റെ രോഗം, എൻ്റെ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ തഴക്കദോഷങ്ങൾ, എന്നെ തളർത്തിക്കളയുന്ന ഓരോ കാര്യങ്ങൾ ഈശോ ഇതൊന്ന് മാറ്റിത്താ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. തിരുസാന്നിധ്യത്തിലേക്ക് അതെല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പൗലോസ്ലീഹയോട് പറഞ്ഞതുപോലെ ഈശോയുടെ കുഞ്ഞിനോട് പറയാണ്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ്. എൻ്റെ കൃപ നിനക്ക് മതി. സഹനങ്ങൾ കൃപകളാക്കി മാറ്റുന്ന ഈശോയുടെ സാന്നിധ്യമാണ്. ഇവിടെ സ്വരങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില സഹനങ്ങളുണ്ട്. നമ്മൾ നോമ്പിന്റെ ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, പല കാര്യങ്ങളും നമ്മൾ വർജിക്കുന്നു, ചില സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നു. ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നു. ഒരു ചെറിയ സഹനമാണ്. എപ്പോഴും ഇഷ്ടത്തോടെ ചെയ്തിരുന്ന ചില കാര്യങ്ങളെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ്. അല്പം ഒരു ത്യാഗം എടുക്കുന്നുണ്ട്, സഹനം എടുക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന ചില സഹനങ്ങളാണ്. പക്ഷെ ചില ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില സഹനങ്ങൾ, കുരിശുകൾ. നമ്മളന്ന് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഇങ്ങനെ നെഞ്ചു തല്ലി നിലവിളിക്കും, കർത്താവേ, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ്, ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഒരു സൂചന, ഒരു വാണിംഗ് എങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് നിന്നേനെ. നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിച്ചതായിരിക്കും. എല്ലാവരും അഭിനന്ദിച്ച്, നേരത്തെ തന്നെ അഭിനന്ദിച്ചു തുടങ്ങി കാണും, നിനക്ക് ഇത് നല്ലത് വരും, അനുഗ്രഹമായിട്ട് മാറും. പക്ഷെ വന്നത് ചങ്ക് പൊട്ടുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും. ഒരു സ്വപ്നം കണ്ട് തുടങ്ങി, ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിച്ചേക്കാം. പക്ഷെ അപ്രതീക്ഷിതമായിട്ടൊരു സഹനം, ഒരു തടസ്സം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുക. ആരോടും പറയാനില്ല, ആരോടും ചോദിക്കാനില്ല. ഒരിക്കൽ ഈശോയോട് ചോദിച്ച് ആരംഭിച്ച ചില കാര്യങ്ങളായിരിക്കാം വഴിക്ക് വെച്ച് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ തകർന്ന് തരിപ്പണായിട്ട് പോകും. മുമ്പിൽ പെട്ടെന്നൊരു തടസ്സം വന്ന് നിൽക്കുക. അത്ര സ്മൂത്തായി, അത്ര ആനന്ദത്തോടെ പൊക്കോണ്ടിരുന്ന ഒരു ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു ഇടി പോലെ, ഒരു അശനിപാതം പോലെ ഒരു സഹനം വരികയാണ്. അപ്രതീക്ഷിതമായി വരുന്ന സഹനങ്ങൾ ഒരു ദൈവത്തിന്റെ പൈതല് ചിലപ്പോൾ ഒന്ന് നെഞ്ചു വാടിപ്പോകുന്ന, ശ്വാസം മുട്ടിപ്പോകുന്ന, ഹൃദയത്തിന്റെ താളം ഒന്ന് മാറുന്ന ഒരു സഹന സമയം വന്നേക്കാം. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ഈശോയുടെ സാന്നിധ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ കുഞ്ഞെ, ഈ സഹനത്തിന്റെ സമയത്ത് നീ ഏറ്റെടുക്കുന്ന സഹനങ്ങളെ അല്ല, അപ്രതീക്ഷിതമായി നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന കുരിശുകൾക്കിടയിലാണ് നീ എന്നെ കണ്ടുമുട്ടാൻ പോകുക. നീ എന്നെ തിരിച്ചറിയാൻ പോകുന്നത് നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാതെ ഏറ്റെടുക്കേണ്ടി വരുന്ന ചില കുരിശുകളാണ്. ഈശോയിലേക്ക് നോക്കിക്കേ. ഈശോയെ, ഈ ഭൂമിയിൽ എൻ്റെ കാൽസ്പർശമേറ്റ സമയം മുതൽ ഒത്തിരി സഹനങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അതിജീവിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് നിന്റെ കൃപയാൽ. പക്ഷെ ചിലതൊക്കെ വരുമ്പോൾ, പ്രതീക്ഷിക്കാതെ ചില മുറിവുകളൊക്കെ വരുമ്പോൾ അത് തിരുമുറിവായിട്ടൊന്നും കാണാൻ എനിക്ക് പറ്റുന്നില്ല. ആ സമയത്തൊന്നും അങ്ങയുടെ ഹൃദയത്തിലെ തിരുമുറിവിലേക്ക് നോക്കാൻ എനിക്ക് പറ്റണില്ല. ഞാനിത് പ്രതീക്ഷിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് ദേവാലയത്തിന്റെ നിലത്ത് മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പിടിച്ച് ഞാൻ കരഞ്ഞിട്ടില്ലേ? സഹനത്തെ അതിജീവിക്കാൻ മാത്രമല്ല ഈശോയെ, അപ്രതീക്ഷിതമായി വരുന്ന കുരിശുകളെ ഏറ്റെടുക്കാൻ ഒരു കൃപ കൂടി എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളെ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. രണ്ട് കരങ്ങളെ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും, പക്ഷേ നല്ല വിശ്വാസ ജീവിതത്തിൽ ഒക്കെ ജീവിച്ചവരായിരിക്കാം, അപ്രതീക്ഷിതമായിട്ട് വന്നൊരു കുരിശിന്റെ മുമ്പിൽ തളർന്നു നിൽക്കുന്ന നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ മുമ്പിലേക്ക് അതെല്ലാം കൊടുത്ത്, കർത്താവേ, പ്രതീക്ഷിക്കാതെ വന്ന, എക്സ്പെക്ട് ചെയ്യാതെ വന്ന ഈ കുരിശുകൾക്ക് മുമ്പിൽ തോറ്റുകൊടുക്കാതെ അങ്ങയോട് കൂടെ ഈ കുരിശിന്റെ ഭാരം ഏറ്റെടുക്കാൻ, ഇതിനെ അതിജീവിക്കാൻ, മുന്നോട്ട് നീങ്ങാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവമക്കൾ ഒന്നു ചേർന്ന് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന.
ഈശോയെ ശക്തി നൽകണമേ. വലിയ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കൃപ മാത്രം മതി. ഞങ്ങൾ അപ്രതീക്ഷിതമായി വരുന്ന സഹനങ്ങളെ ഏറ്റെടുക്കാൻ, പ്രതീക്ഷിക്കാതെ വരുന്ന കുരിശുകളെ തോളിലേറ്റ് നടക്കാൻ, ആ കുരിശിന്റെ ഒരറ്റത്ത് അങ്ങ് പിടിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യത്തില് പിന്നോട്ട് പോവാതെ, തളർന്നു പോവാതെ, തോറ്റു പോവാതെ മുന്നോട്ട് നീങ്ങാൻ ഒരു ശക്തി നൽകണമേ. ഞാൻ ഏറ്റെടുക്കേണ്ട, ഞാൻ എടുത്തു നടക്കേണ്ട കുരിശിന്റെ ഭാരം അത് ഏറ്റെടുത്ത് നടക്കാൻ, ഈ യാത്ര പൂർത്തിയാക്കാൻ കൃപ നൽകണമേ. ആരാധന 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന ആരാധന ആരാധന, ഈശോയെ ആരാധന. സഹനങ്ങൾ കൃപകളാക്കാം യേശുവിന്റെ ക്രൂശിൽ നൽകും. എല്ലാ സഹനങ്ങളെ, കുരിശുകളെ ഈശോയുടെ കുരിശു ചൂടിലേക്ക് കൊടുത്ത മക്കളെ, സഹനങ്ങൾ കൃപകളാക്കാം യേശുവിന്റെ ക്രൂശിൽ നൽകും.